ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കഴിഞ്ഞ ദിവസത്തെ 1-2 വീഡിയോകളിലൂടെ എൻ്റെ ജീവിതത്തിൽ 1-2 മാറ്റങ്ങളുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഒരു 10-13 വർഷങ്ങൾക്കൊക്കെ മുൻപ് തികഞ്ഞ മദ്യപാനിയായി ഒരു ലോകത്തിൻ്റെ മകനായി ജീവിച്ചപ്പോൾ എന്നെ തേടി വരാത്ത പല വ്യക്തികളും, പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് ആരെയും ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഒരു സമൂഹം, അതായത് രക്ഷിക്കപ്പെട്ട് എന്ന് നമ്മൾ പറയുന്ന ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിലുള്ള ചില ആളുകൾ പെട്ടെന്ന് നമ്മളെ തേടി വരികയും അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ വിളിക്കുകയും ഇവരേതിലെ കുറേയൊക്കെ ഒന്ന് മാറ്റമുണ്ട്, അപ്പോൾ ബാക്കി കൂടി അങ്ങോട്ട് മാറ്റിയേക്കാം, ഇവനെങ്ങനെയെങ്കിലും പൂർണ്ണമായി ഒന്ന് സ്നാനപ്പെടുത്തി രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ഒന്ന് മറ്റൊരു രീതിയിലേക്ക് ഇവനെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ച് വരുന്ന ചില ആളുകളുണ്ട്. അത് വാട്സാപ്പിലൂടെ ആയാലും ഫോൺ കോളിലൂടെ ആയാലും അങ്ങനെ പല രീതിയിലും വിളിക്കുന്ന ചില വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എന്നെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ മനോഭാവവും എന്നെക്കുറിച്ചിട്ടുള്ള ആകുലതയും എല്ലാത്തിനും ഞാൻ ദൈവത്തിൽ നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള മഹത്വത്തെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം ഒരിക്കലും ഞാൻ നിങ്ങളുടെ വലയിൽ പെടത്തില്ല, മറ്റൊരു സഭയിലേക്ക് പോകാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പല വീഡിയോകളിലൂടെ പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അതൊരു പരിധിവരെ പലരും കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ ഈ സഭയിൽ തന്നെ നിന്നുകൊണ്ട്, എന്നാൽ ഈ സഭയിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എളിയ ദാസൻ മാത്രമാണ് ഞാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ബോധ്യം എന്നെ മറ്റൊരു സഭയിലേക്കും ആകർഷിക്കില്ല എന്നുള്ളൊരു സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് ഞാനിന്ന് കടന്നു പോകുക. മറ്റൊന്നുമല്ല, ഒരു സഹോദരൻ എന്നെ വിളിച്ച ഒരു ചെറിയൊരു ഫോൺ കോളാണ്. അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഒരു രീതിയിലും അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നു. എന്നാലും അദ്ദേഹം പറഞ്ഞ ആശയങ്ങൾ നമ്മളൊന്ന് കേട്ടുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. ഹലോ ഓക്കെ, ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾ ഫെമിലച്ചൻ എന്ന് പറയുന്ന വ്യക്തിനെ ആയിരിക്കും നിങ്ങൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ ജസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെമിലച്ചൻ പറയുന്നത് 100% എന്താ പറയാ പൈശാചികമായ പ്രവൃത്തിയാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു ലോകത്തിലെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്ന വ്യക്തിയല്ല. മനസ്സിലായില്ലേ? നമുക്ക് വ്യക്തി എന്ന് പോലും നമുക്ക് ഈശോയെ പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? യേശുക്രിസ്തുവിന്റെ കർത്താവ് ദൈവമാണ്. അപ്പൊ നമുക്ക് അല്ല ഒരിക്കലും യേശുക്രിസ്തുവിനെ വ്യക്തിയെന്നോ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനുമായിട്ട് നമുക്ക് സാദൃശ്യപ്പെടുത്താൻ പറ്റുന്ന ആളല്ല. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോ, പക്ഷെ നിങ്ങൾ വേറൊരു വീഡിയോയില് ഒരു 1 hour ഉള്ള ഒരു വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ, അതായത് ഈശോയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തതെന്ന് തോന്നി. യേശുക്രിസ്തുവിനെ മാവേലിയായിട്ട് ചിത്രീകരിച്ചത് തന്നെ ഏറ്റവും പൈശാചികമാണ്. മനസ്സിലായില്ലേ? യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ ഒരു വ്യക്തിയായിട്ട് നമുക്ക് സാദൃശ്യപ്പെടുത്തണ്ട. പിന്നെ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയുടെ പരിശുദ്ധി അമ്മ അത്രമേൽ മഹത്വപൂർണ്ണമായവളായിരുന്നു. അതായത് ഇദ്ദേഹം നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോനെ കമന്റ് ചെയ്യാനാണ് വിളിച്ചത്. അപ്പം ഞാൻ ആദ്യം ഓണത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് ആദ്യം വിചാരിച്ചത്. ആ വീഡിയോ കാണുന്നതിനും പകുതിയാകുന്നതിന് മുൻപേ പുള്ളി എന്നെ വിളിച്ചു. അതിനുശേഷം ഞാനാണെങ്കിൽ തിരക്കിലായിരുന്നു. അതിനുശേഷം മുഴുവൻ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആൾ എന്നെ വ്യക്തമായിട്ട് വിളിച്ചു. അപ്പോൾ നമ്മുടെ ആശയത്തോട് അദ്ദേഹത്തിന് യോജിപ്പാണുള്ളത്. പക്ഷേ ആ ആശയത്തോട് യോജിപ്പുള്ളപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ചില കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ എനിക്ക് ബലമായൊരു സംശയമുണ്ട്, ഇദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനാണോ എന്ന്. എൻ്റെ സംശയം മാത്രമാണ്, എനിക്ക് ഉറപ്പൊന്നുമില്ല. എന്തുമാകട്ടെ, അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജൊക്കെ കേട്ടിട്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. എന്തുമാകട്ടെ, ആത്മാവ് അങ്ങനെ ഒരു പ്രചോദനം അങ്ങനെയാണോ എന്നൊരു സംശയം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് തന്നു എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒരു കോൺട്രഡിക്റ്റഡ് ആയിട്ടുള്ളൊരു ആശയം, യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലെ യാതൊരു മനുഷ്യ വ്യക്തിയുമായി താരതമ്യം ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം യേശു ദൈവമാകിയാൽ ഭൂമിയിലെ യാതൊരുവിധ മനുഷ്യനുമായി താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പൂർണ്ണ മനുഷ്യനാകിയാൽ മാനുഷികമായ പല കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ, നമ്മൾ പരസ്യ ജീവിതത്തിൽ എല്ലാം കാണുന്നുണ്ട്. മാനുഷികമായ അനേക കാര്യങ്ങൾ നമ്മൾ ഭൂമിയിൽ യേശുക്രിസ്തു പരസ്യ ജീവിതത്തിലായിരിക്കുന്ന 33 വർഷക്കാലം നമ്മൾ കാണുന്നുണ്ട്. അത് പറഞ്ഞ് യേശുവിനെ ഭൂമിയിലെ യാതൊരു മനുഷ്യനുമായി താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, അത് ഏത് വിഷയത്തിലാണ് താരതമ്യം ചെയ്യാൻ പാടില്ലാത്തത് അതേ വിഷയത്തിൽ തന്നെ അദ്ദേഹം താരതമ്യം ചെയ്യുകയാണ്. യേശുവിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് മാതാവിൻ്റെ പരിശുദ്ധിയാണ് എന്ന് പറയുക. അതായത് എന്താണ് യേശുവിനെ മനുഷ്യരായി താരതമ്യം ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ മനുഷ്യർ ഭക്ഷണം കഴിച്ചു, യേശുവും ഭക്ഷണം കഴിച്ചു. മനുഷ്യർ ഉറങ്ങി, യേശുവും ഉറങ്ങി. മനുഷ്യർക്ക് ക്ഷീണമുണ്ടാകും, യേശുവിനും ക്ഷീണമുണ്ടായ ഒരു കിണർക്കരയെ തളർന്നിരിക്കുന്നുണ്ട്. മനുഷ്യന് ദാഹമുണ്ടാകും, യേശുവിന് ദാഹമുണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാര വിചാര ചിന്തകളും
എല്ലാം നമുക്ക് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എന്തിനോടാണ് മനുഷ്യനോട് തുലനം ചെയ്യാൻ പാടില്ലാത്തത്? അവൻ്റെ പരിശുദ്ധി, അവൻ്റെ വിശുദ്ധി, അവൻ്റെ ദൈവത്വം. ഇതിനൊന്നും മനുഷ്യനോട് തുലനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ വ്യക്തി തന്നെ, അദ്ദേഹം തന്നെ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് കേട്ടെ. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയാണ് യേശുവിനുള്ളത് എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ പരിശുദ്ധ മാതാവ് ദൈവമായിട്ട് നമ്മൾ കാണണം, അല്ലെങ്കിൽ മാതാവ് മനുഷ്യനായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നതെങ്കിൽ, ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട മാതാവ് മനുഷ്യനായിട്ടാണ് നമ്മൾ പരിഗണിക്കപ്പെടുന്നതെങ്കിൽ, ഒരിക്കലും പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ പരിശുദ്ധിയും മാതാവിൻ്റെ പരിശുദ്ധിയും ഒന്നാണെന്നോ, അല്ലെങ്കിൽ മാതാവിൻ്റെ പരിശുദ്ധിയാണ് യേശുവിനുള്ളത് എന്ന് പറയുമ്പോൾ അതെത്രത്തോളം അബദ്ധമാണ് എന്ന് എന്തുകൊണ്ട് ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. മാതാവിനെ നമുക്ക് ബഹുമാനിക്കണം, ഓക്കെ, പക്ഷെ മാതാവിനെ ബഹുമാനിക്കുന്നതിൽ പരം അപമാനിക്കുന്നത് ഒരു തുല്യമല്ലേ? മാതാവിൻ്റെ പരിശുദ്ധിയാണ് യേശുവിനുള്ളത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യേശുവിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത്? ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു വരുന്ന ആശയങ്ങൾ നമുക്കൊന്ന് കേട്ടുപോകാം. പിന്നെ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മയുടെ പരിശുദ്ധി. പരിശുദ്ധി അമ്മ അത്രമേൽ മഹത്വപൂർണ്ണമായവളായിരുന്നു. ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിനൊന്നും ഈശോയ്ക്ക് കുരിശുമരണം പൂർത്തീകരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ അമ്മ അത്രത്തോളം മഹത്വമുള്ള വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ യേശുവിന് ക്രൂശുമരണം പൂർത്തീകരിക്കാൻ പറ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര അബദ്ധമായ ഒരു ചിന്തയാണ്. അദ്ദേഹം ഒരു കത്തോലിക്കനാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത്. എന്തുമാകട്ടെ, എനിക്ക് എൻ്റെ സംശയം മാത്രമാണ് ഒരു പുരോഹിതനാണോ എന്ന്. പക്ഷേ ഇത്രയും അബദ്ധകരമായൊരു കാര്യം എങ്ങനെ ഇവർക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് മാതാവിൻ്റെ പരിശുദ്ധിയാണ് ക്രിസ്തുവിനുള്ളത് എന്നും, മാതാവിൻ്റെ മഹത്വമാണ് യേശുവിനെ കാൽവരി ക്രൂശ് പൂർത്തീകരിക്കാൻ പറ്റിയത് എന്ന് പറയുമ്പോൾ, അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് രക്ഷ നൽകിയത് ഒരു മനുഷ്യൻ്റെ പരിശുദ്ധിയാണോ? ഒന്നാമത്തെ ചോദ്യം. രണ്ട്, കാൽവരിയിൽ ക്രൂശിതനായ ആ യേശുവിൻ്റെ പൂർത്തീകരണം നടത്തിയത് ഒരു മനുഷ്യൻ്റെ ഹെൽപ്പിലൂടെ മാത്രമാണോ? അതെയോ ദൈവം താൻ ചെയ്തതാണോ? കാരണം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഹെബ്രായ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ അവൻ വന്നിരിക്കുന്നു, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അവൻ വന്നിരിക്കുന്നു. ഇനി നമ്മൾ തന്നെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ദൈവത്തിൻ്റെ സത്തയാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നമ്മൾ തന്നെ പറയുകയാണ്, ഒരു മനുഷ്യനാണ് അതിനുവേണ്ടി എന്തോ പരിശുദ്ധി കൊടുത്തത്, അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ ദൈവത്തിന് അസാധ്യമാണ് രക്ഷ എന്നാണ് ഇവിടെ കടന്നു വരുന്ന പ്രശ്നം. ഇനിയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് കടന്നൊന്ന് ചിന്തിക്കുക. യേശുക്രിസ്തുവിനെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മേനെ എല്ലാവരും നെഗറ്റീവായിട്ട് പല പെന്തിക്കോസ് സഹോദരങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വെറും മുട്ടത്തോടാന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നും പറയുന്ന ആരുമില്ല. പെന്തക്കോസ്തൊക്കെ പണ്ടൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഇപ്പൊ ഒന്നും ഒരു പെന്തക്കോസ്തക്കാരും പരിശുദ്ധ അമ്മേനെ മുട്ടത്തോടെന്നൊന്നും വിളിക്കുന്ന ആരും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഈ അനാവശ്യമായിട്ട് നമ്മള് ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനും കൂടുതൽ മാതാവിനെ ഗ്ലോറിഫൈ ചെയ്യുമ്പോ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മേനെ ഇന്ന് പെന്തിക്കോസുകാരൊന്നും അവര് പരിശുദ്ധ അമ്മ, ഓക്കെ, മറിയം ഈശോയുടെ അമ്മ എന്നുള്ള ഒരു പ്രസക്തി കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഇൻവോൾവ് കൊടുക്കുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ഉദരഫലമാണ് അതിനപ്പുറത്തോട്ട് എന്താണ് ബൈബിളിൽ നമുക്ക് പറയാൻ പറ്റുകയാണ്. കാരണം മാതാവിന്റെ പരിശുദ്ധിയാണോ ക്രിസ്തുവിനുള്ളത്? അമ്മേനെ പറ്റി ബൈബിളില് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പറയാൻ തന്നെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ജ്ഞാനമായുള്ള പരിശുദ്ധ അമ്മ, ജ്ഞാനത്തിന്റെ പൂർണ്ണതയെ പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞത്. എങ്ങനെ ഈ പറഞ്ഞത് തന്നെ എംബർ റഹ്മാനുവൽ പറയുന്നതൊക്കെ 100% പൈശാചികമായ പ്രവൃത്തിയാ. പരിശുദ്ധ അമ്മ ഒരു മിനിറ്റ് പിന്നെ നിങ്ങൾ പരിശുദ്ധ അമ്മേനെ മഹത്വം കൊടുക്കാതെ, എങ്ങനെ മഹത്വം? യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയല്ല ആരാധന മുഴുവനും യേശുക്രിസ്തുവിനെ. അതായത് പരിശുദ്ധ അമ്മേനെ നമ്മൾ ബഹുമാനിക്കുകയും പരിശുദ്ധ അമ്മയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കണ, യേശുക്രിസ്തുവിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ദൈവജനത്തിന്റെ പ്രഘോഷണത്തിന് പൂർണ്ണമാകും തോന്നുന്നുണ്ടോ? 100%. എവിടെ നിങ്ങൾക്ക് തെറ്റുപറ്റി സഹോദര. പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിക്കാതെ പരിശുദ്ധ അമ്മ അത്രമേൽ മഹത്വപൂർണ്ണമായവളല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, മാതാവിനെ കൂടാതെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ രക്ഷ പൂർണ്ണമാകത്തില്ല എന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ പറയുന്നുണ്ട്. ഒന്ന്, എനിക്ക് സംസാരിക്കാനായിട്ടുള്ള അവസരം തരുന്നില്ല. അപ്പോൾ കലബിലെ ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈലൻ്റ് ആവുകയും
അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ കേട്ടുപോവുകയും കൂടുതലായിട്ട് ചെയ്യുന്നു. ഞാൻ എന്തെങ്കിലും ഒന്ന് തിരിച്ച് സംസാരിക്കണമെന്ന് വെച്ചാൽ അദ്ദേഹം സമയം തരത്തില്ല, അല്ലെങ്കിൽ രണ്ടുപേർക്കും തിരിയാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മളൊന്ന് കുറച്ച് സൈലൻ്റ് ആവാതെ വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇദ്ദേഹം ഒന്ന് പറഞ്ഞു വെക്കുന്നത് എംപറർ ഇമ്മാനുവൽ പറയുന്ന അതേ കാര്യം തന്നെ, മാതാവാണ് ജ്ഞാനത്തിൻ്റെ പൂർണ്ണത, സർവ്വജ്ഞാനത്തിൻ്റെയും പൂർണ്ണത മാതാവാണ് എന്നുള്ളതാണ്. ഇത് തന്നെ എംപറർ പഠിപ്പിക്കുന്ന, വ്യത്യാസമൊന്നുമില്ല. എംപററിനെ സംബന്ധിച്ച് മാതാവ് ദൈവമാണ്. ക്രിസ്ത്യാനിയെ, കത്തോലിക്കരെ സംബന്ധിച്ച് മാതാവ് ദൈവമല്ല എന്ന് വാഗൊണ്ട് അദ്ദേഹം പറയുകയും എന്നാൽ പ്രബോധനപരമായി ഇവരെടുക്കുന്ന ഒരു സ്റ്റാൻഡ് നേരെ തിരിച്ചുമാണെന്നുള്ളതാണ് സത്യം. അതായത് മാതാവ് ജ്ഞാനമാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ബൈബിളിൽ അവൾ എന്ന് കാണുന്ന പല സന്ദർഭങ്ങളുണ്ട്. പ്രത്യേകിച്ച് സുഭാഷിതങ്ങളിലൊക്കെ, പ്രഭാഷകന്റെ പുസ്തകത്തിലൊക്കെ ജ്ഞാനത്തെക്കുറിച്ച് അവൾ എന്ന് പല സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ ഒരു രചനാ രീതിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് ഒരു പരിധിവരെ ഇന്നത്തെ പല കത്തോലിക്കരും എന്നുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ വചനത്തെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നവർ. കാരണം ബൈബിൾ അവൾ എന്ന് പല കാര്യത്തെക്കുറിച്ച്, ഇപ്പോൾ ജെറുസലേമിനെ കുറിച്ച് ബൈബിൾ അവൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മക്കബായർ 3:45 ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു, അവളുടെ മക്കളിൽ ആരും. അവിടെ അവൾ എന്ന് രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്നത് ജെറുസലേമിനെയാണ്. വീണ്ടും സിയോനെ അവളെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 102:13 അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കേണ്ട കാലം ഇതാണ്. അതിനുശേഷം പിന്നീട് പല പ്രാവശ്യം അവളെന്ന് ഉപയോഗിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അവളെന്ന് ഉപയോഗിക്കുന്നത് സിയോനെ കുറിച്ചാണ് എന്ന് ചിന്തിക്കാൻ ഒരു പക്ഷേ ഇവർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 132:15 അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ സമൃദ്ധിയായി നൽകും, ഞാൻ അവളുടെ ദരിദ്രരെ ആഹാരം നൽകി സംതൃപ്തരാക്കും. ഇങ്ങനെ ജെറുസലേമിനെ കുറിച്ചും സിയോനെ കുറിച്ചും അനേക തവണ അവളെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അവളെല്ലാം മാതാവാണെന്നാണോ ചിന്തിക്കുന്നത്? പ്രഭാഷകനിലും പല സന്ദർഭത്തിൽ അവളെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ആ അവളെന്ന് കാണുന്നതൊന്നും മാതാവാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെ അതൊരു ബൈബിളിൻ്റെ എഴുത്തുന്ന രീതി അങ്ങനെയാണ്. ആ പഴയ കാലത്തെ അതിൻ്റെ രചനാ രീതി അതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അനേകരാണ് ഇന്ന് വഴിതെറ്റിപ്പോകുന്നത്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 21:9 ഇതാ 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു, അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി, അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ബാബിലോണിനെ കുറിച്ച് അവളെന്നാ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബാബിലോണും ഇന്ന് മാതാവ് തന്നെയാണോ? ഇനി നിങ്ങൾ ഇതുപോലെ എത്രയോ വാക്യം ജെറമിയായിൽ നമുക്ക് കാണാം, മിക്ക പ്രവാചകൻ അനേക വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മിക്കായിൽ 1:7 സമരിയായെക്കുറിച്ച് പറയുന്ന അവളുടെ വിഗ്രഹങ്ങൾ തച്ചുടയ്ക്കും, അവളുടെ വേദനം അഗ്നിയിൽ ദഹിപ്പിക്കും, ബിംബങ്ങൾ നശിപ്പിക്കും, വേശ്യയുടെ വേദനം വഴിയാണ് അവ സമ്പാദിച്ചത്. അപ്പോൾ ഇവിടെയെല്ലാം ഇപ്പോൾ സമരിയായെക്കുറിച്ച്, ജെറുസലേമിനെക്കുറിച്ച്, ബാബിലോണിനെക്കുറിച്ച് ഇങ്ങനെ ബൈബിളിൻ്റെ ഒരു രീതിശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവളെന്ന് പല സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ജ്ഞാനത്തെയും അവളെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിൽ അവളെന്ന് കാണുന്നതെല്ലാം മാതാവാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാതാവ് ജ്ഞാനമാണ്, അല്ലെങ്കിൽ ജ്ഞാനമാണ് മാതാവ് എന്ന് പറയും. അതെന്ത് വലിയ അബദ്ധമാണ് നമ്മളിവിടെ ചിന്തിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നത് എന്ന് ഇനിയെങ്കിലും നമ്മളൊന്ന് തിരിച്ചറിയണം. ഞാനൊരിക്കലും യേശുവിൻ്റെ അമ്മ മാതാവിനെ അപമാനിക്കുകയോ ബഹുമാനിക്കാതിരിക്കുകയോ എന്തെങ്കിലും കുറവ് കാണുകയോ ഒന്നും ചെയ്യുകയല്ല. പക്ഷേ മാതാവിനെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നവർ മാതാവിന് ഇല്ലാത്ത, നമ്മൾ ലുത്തിനിയയിൽ തന്നെ കാണുന്ന ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ, അതായത് ജ്ഞാനം കടന്നു വരുന്നത് അവളുടെ സിംഹാസനത്തിൽ നിന്നാണ്, മാതാവിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ്. ജ്ഞാനത്തിന് വേണ്ടി അവളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ മാതാവിനെ നമ്മൾ ദൈവതുല്യമാക്കുകയാണ്. വലിയ അബദ്ധമാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. അതേ ചിന്തയാണ് ഇന്ന് എംപറർ ഇമ്മാനുവൽ എന്ന് പറയുന്ന ഒരു കൾട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപനം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടി തന്നെ കത്തോലിക്ക സഭയുടെ ഇങ്ങനെയുള്ള അബദ്ധ പഠനങ്ങളാണ്. ഇങ്ങനെയുള്ള അബദ്ധ ചിന്താഗതിയാണ് ലക്ഷക്കണക്കിന് ആളുകളെ നമ്മുടെ സഭയിൽ നിന്ന് നശിപ്പിച്ചത്, വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിയത്. എന്നിട്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമ്മളിപ്പോഴും സന്തോഷിച്ച് സമാധാനത്തോടെ നമ്മളിപ്പോഴും കൃപാസനത്തിൽ എങ്ങനെ മാതാവിന് ബഹുമാനം കൊടുക്കാം, അല്ലെങ്കിൽ മാതാവിന് പുതിയ അഭിദാനങ്ങൾ എങ്ങനെ കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. സഭയാകട്ടെ, പിതാക്കന്മാരാകട്ടെ, അച്ഛന്മാരാകട്ടെ, പ്രഘോഷകരാകട്ടെ, എങ്ങനെ മാതാവിന് കൂടുതൽ അഭിദാനങ്ങൾ കൊടുത്ത് ബഹുമാനിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊന്ന് തിരിച്ചറിയുക, മാതാവിന് ഉള്ള ബഹുമാനവും സ്ഥാനവുമാണ് കൊടുക്കേണ്ടത്, അല്ലാത്ത ഒരു സ്ഥാനവും മാതാവിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് തിരിച്ചറിയണമെന്ന് എൻ്റെ വിനീതമായ, എൻ്റെ എളിയവൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളൊന്ന് തിരിച്ചറിയുക എന്നുള്ളത്. അപ്പസ്തോലന്മാർ ആരാണ് മാതാവിനെ പ്രഘോഷിച്ചത്? അപ്പസ്തോലന്മാര് ആരാണ് മാതാവിനെ പ്രഘോഷിച്ചത്? നിങ്ങൾ ഈ ബൈബിളില്, നിങ്ങൾ പിന്നെ ബൈബിളില് എന്താ പറയാ,
പിന്നെ പരിശുദ്ധ അമ്മ ഈ ശിഷ്യന്മാരെല്ലാവരും യേശുവിന്റെ കുരിശുമരണത്തിന് ശേഷം എല്ലാവരും പിന്നെ ഡിഫറെന്റ് ആയിട്ട് പല പല ഭാഗങ്ങളിലൂടെയും ഓടിപ്പോയപ്പോൾ ഇവരെ എല്ലാവരെയും സഹ്യോൻ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂട്ടുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഇതാണ്. എന്ത് മാധ്യസ്ഥം? അവിടെ മാതാവും കൂടെ ഉണ്ടായിരുന്നെന്ന് മാത്രമേ വാക്യമുള്ളൂ. അല്ലാതെ മാതാവിന്റെ മാധ്യസ്ഥത്തിലാണെന്ന് എന്ത് അർത്ഥത്തിലോ? നിങ്ങള് പൗലോസപ്പോസ്തലന്റെ ലേഖനത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞു. പൗലോസപ്പോസ്തലന്റെ ലേഖനത്തിൽ ഒരു മിനിറ്റ് നിങ്ങള് ശരിക്കും ഈ പ്രോട്ടസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണോ? അല്ല, കത്തോലിക്കനാണ്. കത്തോലിക്കനാണ്. ബ്രദർ, ഇന്നത്തെ വീഡിയോ ഒറ്റ സെക്കൻഡ് ബ്രദർ, ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പറഞ്ഞ ഞാൻ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്റെ പാരിഷ് അടക്കം, ഞാൻ ഏത് പാരിഷാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അടക്കം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ചെക്ക് ചെയ്തോ. നിങ്ങൾക്ക് നമ്പർ കിട്ടൂല്ലോ എന്റെ പാരിഷിലെ. ഞാൻ എന്റെ പാരിഷിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത് വിളിച്ചു. ഞാൻ ചെയ്യണക്ക് നിങ്ങൾ പിന്നെ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതല്ല ഞാൻ സമ്മതിച്ചു. പക്ഷെ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയും കൂടെ നമ്മൾ ഇതാവണം. പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എന്താണെന്നുള്ളത്, പരിശുദ്ധ അമ്മ ആരായിരുന്നു എന്നുള്ളത്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ യേശുക്രിസ്തുവിനെ മാത്രം പ്രഘോഷിച്ചതുകൊണ്ട് അവിടെ പൂർണ്ണമാവില്ല. കത്തോലിക്ക ഞാൻ നിങ്ങൾ ഞാൻ വിചാരിച്ചേ നിങ്ങള് ഈ നമ്മൾ ഓണത്തിന്റെയും എന്തിന്റെയും കണ്ടൻസ് ഇടുമ്പോ നമ്മൾ എന്ത് ചെയ്ത് കുറച്ചും കൂടെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് എനിക്ക് ബോധക്കുറവുണ്ട് ഇത്തിരി. ദൈവരാജ്യത്തിന് ഒരു സെക്കൻഡ് കേൾക്കും. ക്രിസ്തുവിനെ മാത്രം പ്രഘോഷിച്ചാൽ മതി. ഇതാണ് പൗലോസപ്പോസ്തലൻ തന്റെ ലേഖനത്തിലെ ക്രിസ്തു അല്ലാതെ മറ്റൊന്നുമില്ലെന്ന്. എന്റെ പൊന്നു ഒരു സെക്കൻഡ് ഒരൊറ്റ സെക്കൻഡ് എന്താ മാറ്റമുള്ളത്? ഒരു സെക്കൻഡ് എന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ഈ കിടന്ന് വെള്ളം വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. പറയുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പുള്ളി വെച്ചിട്ട് പോയി. ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഒരു മാനസികമായിട്ടുള്ളൊരു നിലയില്ല. അതായത് എൻ്റെ ചോദ്യത്തിന് യാതൊരുവിധ മറുപടിയും തരാനോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ പോലും നമ്മൾ പറയുമ്പോഴേ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾക്ക് മനസ്സിലാകത്തില്ല, എനിക്ക് മനസ്സിലാകത്തില്ല, അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് നമ്മളെ കേൾക്കാൻ യാതൊരു വിധത്തിലും ഒരു അനുകൂലമായൊരു നിലപാടെടുക്കാത്തൊരു വ്യക്തി പിന്നെ എന്തിനാണ് എന്നെ വിളിച്ചത് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞ ഒന്ന് രണ്ട് ആശയങ്ങളാണ് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ അനേകരുടെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ആശയങ്ങൾ കിടക്കുന്നുണ്ട്. അതായത് മാതാവിനെ കൂടാതെ സുവിശേഷം പ്രസംഗിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ രക്ഷ പൂർണ്ണമാകത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പൗലോസപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ എവിടെയെങ്കിലും മാതാവിനെ പ്രഘോഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മാതാവിനെക്കുറിച്ച് ഒരു വാക്ക്, ഒരു സിംഗിൾ വേർഡ് തൻ്റെ ലേഖനങ്ങൾ അനേകമായ തൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച്, പൗലോസപ്പോസ്തലൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ച്, ലൂക്ക അപ്പസ്തോലൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളിൽ പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും നമ്മൾ മാതാവിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാതാവിനുള്ള ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന മെരിയോളജിക്കൽ കാര്യങ്ങളിൽ പറയുന്ന ഇമ്പോർട്ടൻസിൻ്റെ ഏതെങ്കിലും ഒരു വേർഡ് എൻ്റെ ഒരു ചിന്തയാണ്. പ്രിയപ്പെട്ട കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികളെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരൊറ്റ വേർഡെങ്കിലും നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ, ഈ ബൈബിളിൽ, വിശുദ്ധ ബൈബിളിൽ തൻ്റെ ലേഖനങ്ങളിൽ പൗലോസപ്പോസ്തലനോ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രസംഗങ്ങളെക്കുറിച്ച്, എനിക്ക് തോന്നുന്നു പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രസംഗങ്ങളെക്കുറിച്ച് അപ്പസ്തോല പ്രവൃത്തിയിലുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഒരൊറ്റ വേർഡെങ്കിലും മാതാവിനെക്കുറിച്ച് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട്, മഹത്വം കൊടുത്തുകൊണ്ട് ഒരു വാക്കെങ്കിലും അപ്പസ്തോലന്മാർ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവരങ്ങനെ ഒരു വാക്കുപോലും പറയാതിരിക്കെ നമ്മളെങ്ങനെയാണ് മാതാവിനെ ഇല്ലാതെ, മാതാവിനെ പ്രഘോഷിക്കാതെ, മാതാവിനെ മഹത്വപ്പെടുത്താതെ, മാതാവിനെ കൂട്ടുപിടിക്കാതെ നമുക്ക് സുവിശേഷം പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് അബദ്ധമാണ്. കത്തോലിക്ക സഭ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് സഭയുടെ പ്രബോധനം രക്ഷയ്ക്ക് ക്രിസ്തു മാത്രമാണ്, അല്ലാതെ മറ്റൊരു കാര്യമില്ല. അതായത് സഹരക്ഷകയാണ് മാതാവ് എന്ന് പറയുന്ന കാര്യം പോലും ഇന്ന് വരെ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താ? കത്തോലിക്ക സഭയുടെ തിയോളജിക്കൽ കാര്യങ്ങളിൽ അങ്ങനെയല്ല, മാതാവ് സഹരക്ഷകയായി പ്രഖ്യാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം. മിക്ക പിതാക്കന്മാരുടെയും പക്ഷം അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം രക്ഷയ്ക്ക് ക്രിസ്തുവല്ലാതെ മറ്റൊരു കാര്യമോ കാരണമോ ഇല്ല. അപ്പോൾ രക്ഷയെക്കുറിച്ചുള്ളതാണ് സുവിശേഷമെങ്കിൽ, സന്തോഷ വാർത്തയെങ്കിൽ, അത് ക്രിസ്തുവിനെ അല്ലാതെ മറ്റെന്താണ് നമുക്ക് പ്രഘോഷിക്കാൻ പറ്റുക? ഇനി അപ്പസ്തോലൻ പറഞ്ഞ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. 1 കൊരിന്തോസ് 2 അധ്യായം 2 വാക്യം. അപ്പസ്തോലൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു.
ഇവിടെ വ്യക്തമായി അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ, അതായത് ഞാൻ നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ, ഞാൻ നിങ്ങൾക്ക് പ്രബോധനം നൽകിയപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ, അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ എന്ന് പറഞ്ഞിട്ട് യേശു ക്രിസ്തുവിൻ്റെ 33 വർഷക്കാലത്തെ ദീർഘമായ പല കാര്യങ്ങളെക്കുറിച്ചും അപ്പസ്തോലൻ അറിയാം, ചരിത്രം അറിയാം, അല്ലെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ച് അപ്പസ്തോലൻ അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ, അതായത് എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പസ്തോലൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഡിസിഷനെ കുറിച്ച് അവിടെ അപ്പസ്തോലൻ പറയുന്നത്. അതായത് ഒരു സുവിശേഷകന് അവൻ്റെ സുവിശേഷത്തിൽ രക്ഷയുടെ മാർഗമായ ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് അഭിമാനിക്കാൻ കഴിയുക. ആ ക്രൂശല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് പറയാനില്ല. അല്ലാതെ മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ചോ മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും, പരസ്യ ജീവിതത്തിൽ നടന്ന അനേക കാര്യങ്ങളുണ്ട്, അത്ഭുതങ്ങളുണ്ട്, അല്ല, യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്. എപ്പോഴെങ്കിലും പൗലോസ് അപ്പസ്തോലൻ ആ അത്ഭുതങ്ങളെ എടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പസ്തോലൻ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം യേശു അപ്പം വർദ്ധിപ്പിച്ചു, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തി, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഇങ്ങനെ യേശു ചെയ്ത അനേക അത്ഭുതങ്ങളുണ്ട്. അത് സുവിശേഷങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അപ്പസ്തോലനോട് പറയുക, ക്രൂശിതനായ ക്രിസ്തുവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതല്ലാതെ മറ്റൊന്നും. അപ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, മാതാവിനെ കൂട്ടുപിടിക്കാതെ സുവിശേഷം പൂർണ്ണമാകത്തില്ല, സുവിശേഷം നിങ്ങൾക്ക് പറയാൻ സാധിക്കത്തില്ല, മാതാവിനെ നിങ്ങൾ കൂട്ടുപിടിച്ചേ മതിയാകൂ എന്ന് ഇവർ നിർബന്ധം പിടിക്കുമ്പോൾ അനാവശ്യമായ മരിയൻ തിയോളജികൾ എത്രത്തോളം നമ്മളെ അബദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ യേശുവിന് കൊടുക്കേണ്ട പ്രാധാന്യവും യേശുവിന് കൊടുക്കേണ്ട ദൈവത്വവും യേശുവിന് കൊടുക്കേണ്ട ആരാധനയും എത്രത്തോളം ഒരു മനുഷ്യ വ്യക്തിയായ മാതാവിലേക്ക് പൊയ്പോകുന്നുണ്ട് എന്ന് ഇനിയെങ്കിലും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. 1 കൊരിന്തോസിന്റെ 1-ാം അധ്യായം 23-24 വാക്യങ്ങൾ, ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അവർ പ്രസംഗിച്ചത്, അല്ലാതെ മാതാവിനെ അവർ പ്രസംഗിച്ചിട്ടില്ല, മാതാവിനെ അവർ കൂട്ടുപിടിച്ചിട്ടില്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ അഭിപ്രായം പറയുക. യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവും. വീണ്ടും പറയുക, ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാണ്, ജ്ഞാനത്തിൻ്റെ ഉറവിടം മാതാവല്ല, ജ്ഞാനം മാതാവല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം ക്രിസ്തുവാണെന്ന് വ്യക്തമായിട്ട് അപ്പോസ്തലനോട് പറഞ്ഞു വയ്ക്കുക. നേരത്തെ അദ്ദേഹം പറഞ്ഞു വെച്ച മറ്റൊരു അബദ്ധമാണ് ജ്ഞാനം മാതാവാണ് എന്നുള്ളത്. ജ്ഞാനം മാതാവല്ല, ദൈവത്തിൻ്റെ ജ്ഞാനം, ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണെന്ന് 1 കൊരിന്തോസ് 1-24 വാക്യം പറയുന്നു. അവിടെ പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. 22-ാം വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ദീർഘമായി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് യഹൂദർ വിജ്ഞാനം അന്വേഷിക്കുന്നു, യവനൻ. അപ്പോൾ പല ആളുകളെക്കുറിച്ച്, അതായത് അപ്പസ്തോലൻ അവിടെ കടന്നു വരുന്ന സ്ഥലം എവിടെ നിന്നാണ്? തൊട്ട് മുൻപ് ഏതൻസിൽ നിന്നാണ്. അതായത് അന്നത്തെ ഗ്രീക്ക് മിത്തോളജിക്കൽ കാര്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഫിലോസഫിക്കലി ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന, ഇപ്പോൾ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിൻ്റെയോ ഒക്കെ വലിയ ഫിലോസഫിക്കൽ ചിന്താഗതിയുള്ള ഏതൻസ് എന്ന് പറയുന്ന ഫിലോസഫിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ ആ സ്ഥലത്ത് നിന്നും അവിടെയുള്ള ഫിലോസഫേഴ്സിനെ പോലും മുട്ടുമടക്കി ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് യേശുവിലെ രക്ഷയിലേക്ക് അവരെ കൊണ്ടുവന്നതിന് ശേഷം ഇതാ അപ്പസ്തോലൻ കടന്നു വരുന്ന അടുത്ത സ്ഥലമാണ് കൊറിന്തി. അത് നമ്മൾ അപ്പസ്തോല പ്രവൃത്തി പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കൊറിന്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വിജ്ഞാനമാണോ, അല്ലെങ്കിൽ പ്ലേറ്റോയുടെയോ അരിസ്റ്റോട്ടലിനോട് ഇങ്ങനെയുള്ളവരുടെ ഫിലോസഫിക്കിലാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്നാൽ അതിലും ഉന്നതമായ ജ്ഞാനം ദൈവത്തിലാണ്, ക്രിസ്തുവിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രഘോഷിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ക്രൂശാണ് ഞങ്ങൾ സുവിശേഷമായി പ്രഘോഷിക്കുന്നത്, അതല്ലാതെ മറ്റൊരു പ്രഘോഷണം ഞങ്ങൾക്കില്ല എന്ന് അപ്പോസ്തലനോട് പറഞ്ഞു വെക്കുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം വളരെ കൃത്യമായി നമ്മളോട് പറയുകയാണ്, ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. 2 കാര്യങ്ങൾ. നിങ്ങൾ മറ്റൊന്നും അറിയുന്ന കാര്യമില്ല, മറ്റൊന്നുമല്ല അറിയേണ്ടത്. മാതാവിനെക്കുറിച്ചാണ് നിങ്ങൾ അറിയേണ്ടത്? അല്ല, മാതാവിനെക്കുറിച്ച് അറിയണം. ഓക്കെ, നമുക്ക് ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു, പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. സ്ത്രീയുടെ സന്തതി പിശാചിനെ തലയെ തകർക്കും, പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. അങ്ങനെ യേശു ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടി അനേക കാര്യങ്ങൾ വചനത്തിലുണ്ട്. യേശുവിൻ്റെ ഈ ഭൂമിയിലെ ആ വാസത്തെക്കുറിച്ചും അവൻ്റെ വരവിനെക്കുറിച്ചും രക്ഷയ്ക്ക് വേണ്ടി അവൻ എങ്ങനെ ഭൂമിയിലായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം വചനത്തിൽ നമ്മൾ ഉടനീളം ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ സുവിശേഷത്തിൽ രക്ഷയ്ക്ക് നമുക്ക് ആധാരമായ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ക്രിസ്തു മാത്രമാണ് എന്ന് വ്യക്തമായിട്ട് ഇവിടെ ദൈവവചനം പറഞ്ഞു വയ്ക്കുക.
എന്നാൽ യേശുവിൻ്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നത്? മാതാവിൻ്റെ ഉദരത്തിലാണ് ഈ ഭൂമിയിൽ അവന് ഒരു ഉദരം കൊടുത്തത് പരിശുദ്ധ കന്യകാമറിയമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് സുവിശേഷത്തിലുണ്ട കാര്യങ്ങളെല്ലാം. അതൊക്കെ അത് നമ്മൾ സുവിശേഷത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രസംഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ല എന്നൊന്നുമില്ല. പക്ഷേ അതില്ലാതെ സുവിശേഷം പൂർത്തിയാകത്തില്ല, അല്ലെങ്കിൽ സുവിശേഷം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. അതായത് പിതാവായ ദൈവത്തെയും ആ പിതാവിൻ്റെ സത്ത തന്നെയായ പുത്രനെയും അവിടെ നിന്ന് അയച്ച രക്ഷകനെയും അറിയുക എന്നുള്ളതാണ്. അതല്ലാതെ മറ്റൊരു രക്ഷയില്ല. അപ്പം രക്ഷയ്ക്ക് ആധാരം ഇത് മാത്രമാണ് എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുക. എന്നാൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന മേഖലകളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് യേശു എങ്ങനെ ഈ ഭൂമിയിൽ വന്നു, 33 വർഷക്കാലം എങ്ങനെയായിരുന്നു, അവൻ്റെ പരസ്യ ജീവിതം എന്തായിരുന്നു, അവൻ്റെ സുവിശേഷ പ്രഘോഷണം എന്തായിരുന്നു. പക്ഷെ അവിടെ ഒന്നും അപ്പസ്തോലന്മാർ മാതാവിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മാതാവിനെ പ്രഘോഷിച്ചുകൊണ്ടോ മാതാവിന് ഇന്ന് കൊടുക്കുന്നത് പോലെ അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടോ മാതാവിനോട് പ്രാർത്ഥിക്കാതെ, മാതാവിന് ബഹുമാനം കൊടുക്കാതെ, മാതാവിനെ കൂട്ടുപിടിക്കാതെ രക്ഷ നടക്കത്തില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ അബദ്ധമാണെന്ന് സഭ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. സഭയുടെ പ്രബോധന ഗ്രന്ഥങ്ങളിൽ തന്നെ അത് കാണാൻ സാധിക്കും. സഹരക്ഷക എന്ന് പറയുന്ന വിഷയം ഇതുവരെ സഭ അംഗീകരിക്കാത്തതിൻ്റെ കാരണവും അത് തന്നെയാണെന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇനി ഗലാത്യ ലേഖനം അതിൻ്റെ 6:14 കൂടെ വായിച്ചിട്ട് നമ്മളൊന്ന് ഈ ഒരു വചനചിന്ത ഒന്ന് അവസാനിപ്പിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അപ്പോൾ അപ്പസ്തോലൻ ഇവിടെ മേന്മ ഭാവിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലാണ്. ക്രൂശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ അപ്പസ്തോലനായ പൗലോസ് നിൽക്കാത്തത് കൊണ്ട്. ഇനി ഞാൻ പൗലോസിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടല്ല, അപ്പസ്തോലന്മാരെ എല്ലാവരെയും ഒരുപോലെ ഞാൻ പറയുന്നു, ഒരപ്പസ്തോലനും തൻ്റെ ലേഖനങ്ങളിലോ സുവിശേഷങ്ങളിലോ മാതാവിനെ പ്രഘോഷിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അങ്ങനെ പ്രഘോഷിച്ചതായി യാതൊരു ചരിത്ര തെളിവുമില്ല, വിശുദ്ധ ബൈബിളിലുമില്ല. സഭാപിതാക്കന്മാർ മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാകട്ടെ എഫേസസ് സൂനകദോസിലാണ് ആദ്യമായിട്ട് കടന്നു വരുന്നത്. ആ എഫേസസ് സൂനകദോസിൽ ആ വിഷയം പറയാനായിട്ടുള്ള കാരണം യേശുവിൻ്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ മാത്രമാണ്. അതല്ലാതെ മറ്റൊരു കാര്യമില്ല എന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. ഇനി അദ്ദേഹം ഈ ഒരു കോള് അവസാനിപ്പിക്കുന്ന കാര്യം, ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് പോയി, രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വിളിച്ചിട്ട് ഞാൻ അനേക പ്രാവശ്യം ഒരു ചോദ്യം ചോദിക്കാനായിട്ട്, എന്താണ് ഇവർ ചോദ്യത്തെ ഭയക്കുന്നത് എന്നുള്ളത് കൂടെ നമ്മളൊന്ന് തിരിച്ചറിയുക. അതുകൂടെ ഒന്ന് കേട്ടിട്ട് നമുക്കിതൊന്ന് അവസാനിപ്പിക്കാം. ഹലോ, ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ, അതെ ഞാൻ പറഞ്ഞ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം. ഇടയ്ക്ക് ബ്രദർ കട്ട് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ എന്റെ ചോദ്യത്തിന് കൂടി മറുപടി തരുമോ? ഞാൻ ചോദിക്കട്ടെ. അല്ല, നിങ്ങള് പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയൂ. അല്ലതെ ജപമാല പ്രാർത്ഥന എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് അതിന് ഉത്തരം തന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രദർ ചോദിക്കുന്ന ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി തരാം. അല്ല, ഞാൻ ചോദിക്കണത് നിങ്ങൾ ഇങ്ങനെ വിമർശന ബുദ്ധിയോടുകൂടെ ഉള്ളതിന് എനിക്ക് താല്പര്യമില്ല. അതിന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ തിരുസഭയിൽ എവിടെയെങ്കിലും ഇതാവുന്നുണ്ടോ? പിന്നെ അതേപോലെ യേശുക്രിസ്തുവിനെ മാത്രം നമ്മൾ ഈ ഭൂമിയിൽ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന് ഉള്ള ആ പരിശുദ്ധിയുടെ പൂർണ്ണതയാ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. നിങ്ങളെന്താ ചോദ്യത്തെ ഭയപ്പെടുന്നത്? ഇത്ര നേരമായിട്ട് ഒരു ചോദ്യം എന്നോട് ചോദിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ചോദ്യത്തെ ഞാൻ ഭയപ്പെടുന്നതല്ല. നിങ്ങളുടെ നെഗറ്റീവ് ഞാൻ എന്റെ വീഡിയോ കണ്ടന്റില് ബ്രദറെ ഞാൻ തെളിവില്ലാതൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. സഭയുടെ ഔദ്യോഗികമായ ബുക്കുകളോ പഠനങ്ങളോ പ്രബോധനങ്ങളോ ഇല്ലാതെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വാഗ്വാദങ്ങൾ 100% ശരിയായ രീതിയല്ല. നിങ്ങൾ ഒരു ചോദ്യം നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ ഈശോ പറഞ്ഞിട്ടുണ്ട് 2 or 3 പേരെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ സമ്മതിച്ചല്ലോ, ഞാൻ വിവരമില്ലാത്തവനും നിങ്ങൾ ബുദ്ധിയുള്ളവനുമാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാം. എനിക്ക് പറയേണ്ട ആവശ്യമില്ല. അല്ല, ബ്രദർ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഞാനത് സമ്മതിച്ചു, അംഗീകരിച്ചു. അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ഇനി ഒരു ചോദ്യം, നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരണമെങ്കിൽ ഞാൻ
എന്റെ ചോദ്യം ചോദിച്ച് നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. താല്പര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഭയമാണ്, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഭയമാണ്. ഞാൻ ചോദിക്കാൻ വരുന്നത് നെഗറ്റീവ് ആൻസർ ആണ്. എന്റെ പൊന്നു സഹോദരൻ ദിവ്യകാരുണ്യത്തിന് ഈശോയുടെ മുമ്പിൽ ഒരു ചോദ്യം ചോദിക്കാൻ കേൾക്കാൻ ധൈര്യമില്ലാതെ നിങ്ങൾ എന്തിനാ വെറുതെ കിടന്നിട്ട് ഈ ബഹളം വയ്ക്കുന്നത്? ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്ഥാനമില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യവും അറിയാം, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നടന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല. ഇത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. മനസ്സിലായി? ഓക്കെ. അതായത് അവർ ചോദ്യത്തെയാണ് ഭയപ്പെടുന്നത്. അപ്പം എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ചിലപ്പോൾ സഭയുടെ പ്രബോധനം ചോദിക്കും, അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് എവിടെയാണെന്നോ അപ്പസ്തോലന്മാർ എവിടെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ബൈബിളിൽ മാതാവിനെ കുറിച്ച് കാര്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിളിൽ കാര്യമായി പറഞ്ഞിട്ടില്ല, പിന്നെ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പസ്തോലന്മാരുടെ ലേഖനത്തിൽ ഒരു വാക്ക് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അവരുടെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ലൂക്കാ സുവിശേഷകൻ എഴുതിയിരിക്കുന്ന അപ്പസ്തോല പ്രവൃത്തിയിലും കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല, ലേഖനങ്ങളിൽ കാണുന്നില്ല, ആദിമ സഭാ ചരിത്രങ്ങളിലൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ നമ്മൾ എവിടെയാണ് ഇത് കണ്ടെത്തുക? അപ്പോൾ ബൈബിളിലൊന്നും കാര്യമായിട്ട് യേശുവിനെ കുറിച്ച് അല്ലെങ്കിൽ മാതാവിനെ കുറിച്ച് ഇല്ല എന്ന് അവർ പറയുന്നത്. മാതാവിനെ കുറിച്ച് കാര്യമായിട്ട് ബൈബിളിലില്ല. അത് വെളിപ്പെടുത്താത്തതാണത്രേ. അങ്ങനെ വെളിപ്പെടുത്തിയ ഒരു ടീമാണ് ഇന്ന് തൃശ്ശൂർ ഞങ്ങളുടെ അടുത്തുള്ള മുരിയാട് എന്ന് പറയുന്ന ഒരു കൂടാരത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികളെ വഴിതെറ്റിച്ചതിൻ്റെ കാരണം കത്തോലിക്ക സഭ തന്നെയാണ്. നമ്മുടെ പ്രബോധനങ്ങൾ ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ സഹോദരങ്ങൾ പോയി കഴിയുമ്പോൾ അവർക്കെതിരെ പഴി പറയാൻ നമുക്ക് പറ്റും. അവർ പോയി, അവർ നശിച്ചു, അവർ തകർന്നു, ഇല്ലാതെ. പക്ഷേ അവരുടെ അറിവില്ലായ്മയുടെ കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ കൊടുത്ത സുവിശേഷമാണ്, നമ്മൾ കൊടുത്ത പ്രബോധനമാണ്, നമ്മൾ കൊടുത്ത ലുത്തിനിയാണ് അതിന് കാരണം. ആ ലുത്തിനിയിൽ കിടക്കുക ബോധജ്ഞാനത്തിന് സിംഹാസനമേ. അപ്പം ജ്ഞാനമാണെന്ന് പറഞ്ഞ് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇന്ന് കത്തോലിക്ക സഭയെ പറയുന്ന ചില അബദ്ധ സിദ്ധാന്തങ്ങളുടെ എക്സ്ട്രീമായിട്ടുള്ള കാര്യങ്ങളാണ് എംബർ എമ്മാനുവൽ പോലെയുള്ള കൾട്ട് സഭകൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരത് പഠിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അത് പഠിപ്പിക്കാനുള്ള എല്ലാ വാതിലും തുറന്നിട്ട് കൊടുത്തത് നമ്മൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് നഷ്ടപ്പെട്ട വിശ്വാസികളെ ഓർത്ത് നമുക്ക് സങ്കടമുണ്ടാകണം. പിതാക്കന്മാർക്കോ നേതാക്കന്മാർക്കോ സങ്കടമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം, മാറ്റമുണ്ടാകണം. യേശു ക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയണം. ക്രിസ്തുവിനല്ലാതെ മറ്റൊന്നിലും എനിക്ക് അഭിമാനിക്കാനില്ല എന്ന് പറഞ്ഞ അപ്പസ്തോലനെ പോലെ ആകാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ യാതൊരു മനുഷ്യനെയും പ്രഘോഷിക്കാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കാനാണ്. മാതാവിനെ ബഹുമാനിക്കണം. യേശുവിൻ്റെ അമ്മ മാതാവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് മരിച്ച ഏറ്റവും വിശുദ്ധയായ ഒരു സ്ത്രീ എന്ന രീതിയിൽ മാതാവിനെ ഏറ്റവും ബഹുമാനത്തോടുകൂടി കാണുന്നു. ഒരു അപമാനവും എനിക്കില്ല. മാതാവിനെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ത്രീത്വമായി, ഒരു മഹത്വമുള്ള ഒരു വ്യക്തിയായി തന്നെ ഞാൻ കാണുന്നു, ബഹുമാനിക്കുന്നു. എന്നല്ലാതെ യേശുവിന് കൊടുക്കേണ്ട അഭിദാനങ്ങളോ യേശുവിന് കൊടുക്കേണ്ട പ്രാധാന്യമോ ഒന്നും മാതാവിന് കൊടുക്കാൻ എനിക്ക് സാധിക്കത്തില്ല. കാരണം അത് യേശു കൊടുത്തിട്ടില്ല. യേശുവിൻ്റെ മുൻപിൽ ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്നെ മുലയൂട്ടിയ ഉദരം, നിന്നെ മുലയൂട്ടിയവൾ, അവൾ എത്രയോ അനുഗ്രഹീത ഭാഗ്യവതി എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തിരിച്ചു പറയും, എൻ്റെ വചനം കേട്ടത് പാലിക്കുന്നവർ അതിലേറെ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ ആ യേശുവിനെ എനിക്കറിയാം. അതുകൊണ്ട് യേശുവിൻ്റെ വചനത്തോട് മാത്രമേ ഞാൻ ചേർന്നിരിക്കത്തുള്ളൂ. അല്ലാതെ മറ്റ് പഠനങ്ങളോട് എനിക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. എന്നാൽ ഞാൻ മാതാവിനെ ബഹുമാനിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് മനസ്സിലാക്കുക, കഴിയുമെങ്കിൽ ഇത് തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.